ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബജാജിൻ്റെ EMI കാർഡ് വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്രൊഡക്റ്റ് നമ്മൾ ബജാജിൻ്റെ EMI കാർഡ് വെച്ചിട്ട് ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ബജാജ് കാർഡിൻ്റെ EMI കാർഡ് വെച്ചിട്ട് നോ കോസ്റ്റ് EMI ആയിട്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ള ആ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഒരു വാഷിംഗ് മെഷീനാണ് ബജാജിൻ്റെ കാർഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സാധനം നമുക്ക് നാളെയാണ് ഡെലിവറി ആവുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് കഴിഞ്ഞാലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ആകുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ബജാജിൻ്റെ EMI കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നോ കോസ്റ്റിലായിട്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതുപോലെ യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ മൊബൈലിലുള്ള ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റാണോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വാഷിംഗ് മെഷീന് ഞാൻ ആഡ് ടു കാർട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാനത് ഓർഡർ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സാംസങ്ങിൻ്റെ ഏകദേശം 7 kg വരുന്ന ഒരു വാഷിംഗ് മെഷീനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിൽ തന്നെ 1000+ ആളുകൾ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും, നോ കോസ്റ്റ് EMI നോക്കുകയാണെങ്കിൽ 1500 രൂപ വെച്ചിട്ടൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മളെ ബജാജിൻ്റെ നോക്കാം. മറ്റുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ ബജാജിൻ്റെ ആയതുകൊണ്ട് ബജാജിൻ്റെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ 3 ഓപ്ഷൻസ് ആണ്, 3 പീരീഡ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 ഇൻസ്റ്റാൾമെൻറ്റ്. അതിൽ നമുക്ക് 9 മാസമുണ്ട്, അതുപോലെ തന്നെ 6 മാസമുണ്ട്, 3 മാസം വെച്ചിട്ട് അടക്കുന്ന രൂപമുണ്ട്. എന്തായാലും നോ കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഗ്രീനിൽ എഴുതിയായിട്ട്. അതായത് ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തേൽ മാത്രം ചെറിയൊരു പ്രോസസ്സിങ് ചാർജൊക്കെ വരുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണാം. അപ്പോൾ നമുക്കിവിടെ ആയിട്ട് ഇതിൻ്റെ പേ വിത്ത് EMI എന്നുള്ള ഓപ്ഷൻ താഴത്തായിട്ട് നിങ്ങൾ കാണാൻ പറ്റും. ബൈനോ എന്നും അതുപോലെ തന്നെ പേ വിത്ത് EMI 2 ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 ഇയർ വാറൻറ്റി വരുന്നുണ്ട്, കംപ്ലൻസി വാറൻറ്റി വരുന്നുണ്ട് സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന്. അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മുടെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ അത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആണ്. അതിനുശേഷം നമ്മൾ OTP ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവിടെ EMIയുടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ ബൈനോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡെമോ എന്നാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം 3 to 4 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മളെ ഇൻസ്റ്റാളേഷൻ നടക്കുന്നതായിരിക്കും. നമ്മളെ പ്രോഡക്റ്റ് നമ്മളെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം എൻ്റെ ഈ ഇൻസ്റ്റാളേഷൻ ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ, പിറ്റേ ദിവസത്തിന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സാധനം എത്തിയതിന് ശേഷം പിറ്റേ ദിവസം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അപ്പോഴത്തേക്കും നമ്മളെ പ്ലംബിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ദിവസത്തേക്ക് മാറ്റി വെച്ചു. എന്തായാലും ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തല്ലോ, നിങ്ങൾക്ക് എന്താണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂ വിത്ത് EMI എന്നുള്ളൊരു ഓപ്ഷൻ താഴത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു യെല്ലോയിൽ ജസ്റ്റ് അതിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകാൻ പറ്റും. നമ്മളെല്ലാം വീഡിയോയിൽ പറയുന്നില്ല. നിങ്ങൾക്കിവിടെ ആയിട്ട് നമ്മുടെ EMIയുടെ പ്ലാൻ വന്നിട്ടുണ്ട്. അതായത് വ്യൂ ഓൾ EMI എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് EMI ഫെസിലിറ്റി കൊടുക്കുന്ന എല്ലാ ബാങ്ക്സുകളും ഇവിടെ ആയിട്ട് ബാങ്കിൻ്റെ കാർഡുകളും ഇവിടെ വരുന്നുണ്ട്. അപ്പം ബജാജിൻ്റെ നമ്മൾ കാർഡ് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മളുടെ ഇൻസ്റ്റാൾമെൻറ്റ് സെലക്ട് ചെയ്യേണ്ടതാണ് ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് എത്ര മാസത്തിനാണോ നിങ്ങൾക്ക് കഴിയുന്നത് ആ ഒരു രീതിയിൽ എടുക്കുക. കൂടുതലുള്ള മാസത്തിന് എടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം നോ കോസ്റ്റ് ആണ്, ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബജാജ് ഫിൻസർവ്, അതായത് നിങ്ങളുടെ ഫ്ലിപ്കാർട്ടും ബജാജ് കാർഡും ഒരേ നമ്പറിലാണ് ലിങ്ക്ഡ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബജാജ് കാർഡിൻ്റെ നമ്പർ ഇവിടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്ലേസ് ഓർഡർ കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങളുടെ ഫ്ലിപ്കാർട്ടും അതുപോലെ തന്നെ ബജാജ് കാർഡും ഒരേ നമ്പറിലാണ് ലിങ്ക്ഡ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബജാജിൻ്റെ ഭാഗത്തു നിന്ന് ഒരു OTPയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ബജാജിൻ്റെ ഭാഗത്തു നിന്ന് ലോൺ അപ്രൂവ്ഡ് ആയിട്ട് അപ്ലിക്കേഷൻ അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതായത് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് നമ്മുടെ വാലറ്റിൽ ഈ ഒരു എമൗണ്ട് ഉണ്ടായിരിക്കണം. അതായത് എത്രയാണോ പ്രൊഡക്റ്റിന് വരുന്നത് ആ ഒരു എമൗണ്ട് നമ്മുടെ ബജാജിൻ്റെ വാലറ്റിൽ ഉണ്ടായിരിക്കണം, എന്നാലും നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ബജാജിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ചാർജുകൾ വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പേയ്മെൻറ്റിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 200 സംതിങ് ഉണ്ട്, അതുപോലെ തന്നെ 176 ഉണ്ട്. അതായത് പ്രോസസ്സിങ് ഫീയും കൺവീനിയൻസ് ഫീയും പറഞ്ഞിട്ട് 2 ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ അടവിൽ നമുക്കിത് കൂട്ടി അടക്കേണ്ടി വരും. അതായത് 2000 ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് 1999 ആണെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് കൂടി കൂട്ടിയായിട്ട് 2500 രൂപയുടെ അടുത്ത് വരും ഫസ്റ്റത്തെ അടവ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ ചാർജുകൾ വരും. എത്രയും നോക്കുക, അതും കൂടി കൂട്ടി അടക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചതിന് ശേഷം താഴത്ത് കാണുന്ന ഐ അഗ്രി എന്നുള്ള ആ ഒരു ബട്ടണിലെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒക്കെ വായിച്ചതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഓക്കെ, ഐ അഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആയിട്ട് കാണാൻ സാധിക്കും ബജാജിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു OTP വന്നിട്ടുണ്ട്. ആ ഒരു OTP നിങ്ങൾ കറക്റ്റായിട്ട് തെറ്റാതെ തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളൊരു പേരിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ജസ്റ്റ് ലൈക്കും കൂടി ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്കിവിടെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബജാജ് EMI കാർഡ് വെച്ചിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും നമ്മളെ ഓർഡർ പ്ലേസ് ആവുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഗ്രീനിൽ ഓർഡർ പ്ലേസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ബജാജിൻ്റെ EMI കാർഡ് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡെലിവറി ആൻഡ് ഇൻസ്റ്റാളേഷൻ ടൈമാണ് പറയുന്നത്. അപ്പോൾ ഡെലിവറി ആവുന്ന ഡേറ്റും സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി റാൻഡമായിട്ട് അവിടെ അടുത്ത ദിവസം തന്നെ കാണിക്കും. സോ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ദിവസം പുറത്ത് പോകുന്ന ആ ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് വീട്ടിലുണ്ടാകുക ആ സമയത്തേക്ക് ഡേറ്റ് ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മളെ ബജാജ് കാർഡ് ഉപയോഗിച്ച് EMI ആയിട്ട് ഒരു നോ കോസ്റ്റ് EMI ആയിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എങ്ങനെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം എന്ന് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ ശേഷം വരുന്നുണ്ട് ബജാജിൻ്റെ ഭാഗത്ത് നിന്നിട്ട് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ ഒരു പ്രോഡക്റ്റും കൂടി ബജാജിൻ്റെ കാർഡ് വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് മെയിനായി ശ്രദ്ധിക്കുന്നത് നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ ഇത് ഡ്യൂ ചെയ്യണം. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും എല്ലാ മാസവും 2-ാം തീയതിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. 1-ാം തീയതി തന്നെ നമ്മൾ ഈ ഒരു എമൗണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം 2-ാം തീയതി ഓട്ടോ ഡെബിറ്റാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്നില്ല, നമ്മുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അവർ ക്യാഷ് വലിച്ചു കൊണ്ടുപോകുന്ന സിസ്റ്റമാണ് ബജാജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി റിലേറ്റീവ്സിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോ. ഇൻസ്റ്റയുടെ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.